നിങ്ങളിത് പരമാവധി തരത്തേക്ക് വന്നു. ഒരു സിനിമ വരുന്നുണ്ട്, ഗംഭീര പരിപാടിയാണ് എന്ന്. Superhero, ഇപ്പോൾ pan Indian star, like I said, we are all very proud. മലയാള സിനിമയുടെ യശസ് എത്രത്തോളം ഉയർത്തി ARM എന്ന സിനിമ, like how should we express our gratitude for that? നമ്മളെല്ലാവരും equally proud ആയൊരു സിനിമ തന്നെയാണ്. Now here you are once again with Identity. സൂപ്പർഹീറോയ്ക്ക് മൈക്ക് കൊടുക്കട്ടെ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. പരിപാടിയുടെ ലെങ്ത് കുറച്ച് നീണ്ടുപോകുന്നുണ്ട് അല്ലേ? എന്നാലും എനിക്ക് ഒരു 2 വാക്ക് പറയണം എന്നുണ്ട്. ഈ സിനിമ തീർച്ചയായിട്ടും സ്പെഷ്യലാണ്. അഖിൽ ഒരു 2020 മുതൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് 2022 എന്നിട്ട് അഖിൽ, അപ്പോൾ അഖിൽ ആ സമയം മുതൽ 2020 മുതൽ വർക്ക് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണിത്. അപ്പോൾ ഇതൊരു സിനിമയായിട്ട് ഇപ്പോൾ റെഡിയാവുന്നു, അടുത്ത മാസം ഇറങ്ങാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇതങ്ങനെ ഒരു എടുക്കാൻ അങ്ങനെ എളുപ്പമുള്ളൊരു സിനിമയായിരുന്നില്ല. അത് ഡയറക്ടർക്കാണെങ്കിലും ഇതിൽ അഭിനയിക്കുന്ന ആക്ടേഴ്സിനാണെങ്കിലും കുറച്ച് നമുക്ക് നല്ല ഹെക്ടിക് ആയിരുന്നു. കുറച്ച് അധികം സെറ്റപ്സിൽ കുറച്ചധികം സീനുകൾ അങ്ങനെ നമുക്ക് കുറേ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. നമ്മൾ ഈ എടുത്ത 131 ദിവസത്തിൽ ഒരു ദിവസം പോലും ഒരു റിലാക്സ്ഡ് ഷൂട്ട് ഉണ്ടായതായിട്ട് എനിക്ക് ഓർമ്മയില്ല. എല്ലാ ദിവസവും അത്യാവശ്യം ഹെക്ടിക് ആയിട്ടുള്ള ഷൂട്ടും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഈ സിനിമയുടെ കാസ്റ്റിംഗ് ക്രൂ ഇതിനു വേണ്ടിയിട്ട് നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിന്റെ ഡയറക്ടറിന്റെ ഡയറക്ഷൻ ടീമാണെങ്കിലും ഇതിന്റെ ബാക്കി ഉള്ള ടെക്നീഷ്യൻസ് ആണെങ്കിലും ആർട്ടുകാർക്കാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പണിയുണ്ടായിരുന്നത് തോന്നുന്നു. ആർട്ട് ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾക്ക് നമുക്ക് പല പല സെറ്റുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ പല സമയത്ത് മാറ്റി വേറെ ആക്കണം, അത് കഴിഞ്ഞ് തിരിച്ചിതുപോലെ തന്നെ ആക്കണം. ഇതിനിടയ്ക്ക് ഫൈറ്റ് സീക്വൻസ് നടക്കുന്നുണ്ടെങ്കിൽ സെറ്റ് പൊളിയും, പിന്നെ ആ സെറ്റ് വീണ്ടും പണിയണം തുടങ്ങി എല്ലാ ദിവസവും നല്ല ഹെക്ടിക് ആയിട്ടുള്ള പണി ആ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനാണെങ്കിലും ഇപ്പൊ കോസ്റ്റ്യൂമിലാണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലിംഗ്, അത് നിങ്ങൾക്ക് എന്റെ പോസ്റ്റേഴ്സ് ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എല്ലാ ക്യാരക്ടേഴ്സിനും അങ്ങനെ ഇൻഡിവിജ്വൽ ഒരു സ്റ്റൈൽ ഓഫ് ഡ്രസ്സിങ്ങും ഒക്കെ ആയിട്ട്. അപ്പൊ അങ്ങനത്തെ എല്ലാ ഡീറ്റെയിലും നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കുന്ന സമയത്ത് അത്രയും എഫേർട്ട് തീർച്ചയായിട്ടും ആ സിനിമയുടെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ടെക്നീഷ്യൻസ് എല്ലാവരും എന്ന് പറഞ്ഞാൽ അഖിൽ, ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് പറയും, പകുതി തമാശയായിട്ട് ഞാൻ പറയും, അഖിൽ നീ ഭയങ്കര സെൽഫിഷാണ് കേട്ടോ. പക്ഷെ അഖിലിന്റെ സെൽഫിഷ്നെസ് എന്ന് പറയുന്നത് ഈ സിനിമ നന്നാവണം എന്നുള്ളതാണ്. അപ്പോൾ അനസ് കുറച്ചും കൂടെ ഒരു സൈലന്റ് ടൈപ്പാണ്. നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് പറ്റിക്കാനെങ്കിലും പറ്റുന്ന ഒരാളാണ്. അഖിലിനെ നമ്മള് ആ വർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഇവൻ ഏത് വിധേനയും നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നുള്ളതുണ്ട്. പക്ഷെ ആ സെൽഫിഷ്നെസ് തന്നെയാണ് ഞാൻ അഖിലിലും അനസിലും കണ്ട ഏറ്റവും നല്ല ക്വാളിറ്റിയും. കാര്യം അവരവരുടെ വീട്ടിലേക്ക് കാർ മേടിക്കാനോ വീട് മേടിക്കാനോ ഒന്നുമല്ലല്ലോ, ഈ സിനിമ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല അവർ സെൽഫിഷ് ആവുന്നത്. ആ സെൽഫിഷ്നെസ് ആത്യന്തികമായിട്ട് ഈ സിനിമയിൽ വർക്ക് ചെയ്ത ഓരോരുത്തർക്കുമാണ് ഗുണം ചെയ്യുന്നത്. സോ താങ്ക് യു ഫോർ ബീങ് സെൽഫിഷ്. പിന്നെ ഞാൻ നമ്മളുടെ ഫോറൻസിക് എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും എന്റെ ട്രസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, അന്നും ഇന്നും ഒക്കെയുള്ള എന്റെ ട്രസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, അഖിലും അനസും ഉഴപ്പിയിട്ട് ഒരു സിനിമ മോശമായി പോവില്ല. അപ്പോൾ ആസ് എൻ ആക്ടർ നമ്മൾ ഒരു സ്ഥലത്ത് ചെന്ന് നിൽക്കുന്ന സമയത്ത് ഒരു സേഫ്റ്റി ഫീൽ ചെയ്യുന്നത്, നമ്മളെ മോശമാവാൻ ഇവർ സമ്മതിക്കില്ല, ഈ സിനിമ മോശമാവാൻ ഇവർ സമ്മതിക്കില്ല, നല്ല പണിയെടുത്തോളും. നമ്മളെല്ലാവരും നല്ല പണിയെടുത്തിട്ട് സിനിമ പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്കതിൽ കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല. പക്ഷെ എൻ്റെ അനുഭവത്തിൽ നല്ല ആത്മാർത്ഥമായിട്ട് എല്ലാവരും പണിയെടുത്തിട്ടുള്ള എല്ലാ സിനിമകളും നല്ലപോലെ വർക്കായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ ഞാൻ അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇതിലെ പ്രൊഡ്യൂസേഴ്സ്, ആദ്യം രാജുചായനായിരുന്നു ഈ സിനിമയിലെ രാഗ മൂവീസിന്റെ ബാനറിലായിരുന്നു. പിന്നീട് ഒരു ഘട്ടത്തിൽ CJ റോയ് സാർ നമ്മുടെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പും കൂടെ ഇതിന്റെ ഭാഗമായി. ഈ സിനിമ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഇത്രയും ടെക്നീഷ്യൻസും ആക്ടേഴ്സും ഒക്കെ ഇത്രയും പണിയെടുക്കുന്ന സമയത്ത് ഈ പണിയെടുക്കാനുള്ള സാഹചര്യം ഒരുക്കി തരിക എന്ന് പറയുന്നത് അത് ഈ പ്രൊഡ്യൂസർമാരാണ് ചെയ്തു തരുന്നത്. ഈ സിനിമയ്ക്ക് ഈ കഥയെയും ഇതിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരെയും വിശ്വസിച്ചുകൊണ്ട് ഇത്രയും അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഉള്ള ഒരു സിനിമയാണിത്. അത് നമ്മളെ വിശ്വസിച്ച് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയ രാജുചായനും അതുപോലെ ഈ സിനിമ കണ്ട് ഈ സിനിമയിലും
ഉള്ള ട്രസ്റ്റ് കൊണ്ടും പിന്നെ ഞങ്ങളോടൊക്കെ ഉള്ള സ്നേഹം കൊണ്ടും അത് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നില്ല, സ്നേഹം കൊണ്ടും കൂടിയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന റോയ് സാറിനും താങ്ക് യു സോ മച്ച്. പിന്നെ ഈ സിനിമ തിയേറ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ല ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് തന്നെയാണ് ഒരു സിനിമയെ ആ സിനിമ എത്തേണ്ട എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിക്കുന്നത്. അതിന് തീർച്ചയായിട്ടും ശ്രീ ഗോകുലം മൂവീസിനും അതുപോലെ ഡ്രീം ബിഗ് ഫിലിംസും ഇവർക്ക് നിങ്ങൾക്ക് ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആണ്, നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഒരു സിനിമയെ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തേക്കും എങ്ങനെയാണ് എത്തിക്കേണ്ടതെന്ന്. സോ ഞങ്ങളും വളരെ സന്തോഷത്തിലാണ് ഇങ്ങനൊരു അസോസിയേഷനിൽ. താങ്ക് യു സോ മച്ച്. എങ്കിലും ഞാൻ വളരെ യങ്ങാണ്. അപ്പോൾ എനിക്ക് ഈ പറയുന്ന പോലെ ഞാൻ തന്നെ ആലോചിക്കുകയാണ്, നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോൾ, സ്കൂളല്ല അത് ഭയങ്കര ഓവറായിപ്പോൾ, കോളേജിൽ പഠിക്കുമ്പോൾ സിനിമകൾ കണ്ടുകൊണ്ടിരുന്ന അവരുടെയൊക്കെ കൂടെ നമ്മൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് സിനിമ വന്നിട്ട് 12 വർഷമായെങ്കിലും ഇപ്പോഴും എനിക്ക് അങ്ങനെ ഞാൻ ഓരോ തവണ എന്നെക്കാളും സീനിയർ ആയിട്ടുള്ള ആൾക്കാരോട് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് അത്രയും എക്സൈറ്റ്മെന്റ് ആണ്. ആ എക്സൈറ്റ്മെന്റ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ ഇവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ലൊക്കേഷനിലാണെങ്കിലും നമ്മൾ നോക്കുന്ന സമയത്ത് മറ്റ് വലിയ ഇൻഡസ്ട്രികളിൽ നിന്ന് നമ്മളുടെ ചെറിയ ഇൻഡസ്ട്രി എന്നേ പറയുന്നുള്ളൂ, മോശം എന്ന് പറയില്ല, നമ്മുടെ കലക്കൻ ഇൻഡസ്ട്രിയാണ്. പക്ഷെ ബഡ്ജറ്റ് വൈസും അതിന്റെ മറ്റ് സെറ്റപ്പുകളുടെയൊക്കെ ഒരു ഇച്ചിരി കുറവ് നമുക്ക് ഉണ്ടെങ്കിലും അവിടെ അത്രയും കുറച്ച് എക്സ്ട്രാ വേക്കൻ്റ് ആയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള ലൊക്കേഷനിൽ നിന്നൊക്കെ വന്നിട്ട് നമ്മളിവിടെ ചെയ്യുന്ന പണിയും നമ്മളുടെ എല്ലാവരുടെയും ആത്മാർത്ഥതയും കണ്ടിട്ട് നമ്മളിൽ ഒരാളായിട്ട് കൂടെ നിന്നതിന് വിനയ് സാറിനോടും തൃഷ മാമിനോടും വളരെയധികം നന്ദിയുണ്ട്. പ്രത്യേകിച്ച് വിനയ് സാറും ഞാനും ഈ സിനിമ ഞങ്ങൾ ഫോറൻസിക് എന്നുള്ള സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ കുറെ പേര് ഇതിനകത്തുമുണ്ട്. അപ്പോൾ ഓൾറെഡി സുഹൃത്തുക്കളായിരുന്ന ആൾക്കാർക്ക് കൂടുതൽ സൗഹൃദങ്ങൾ ഉണ്ടാവാനായിട്ടും കൂടുതൽ ആ സൗഹൃദങ്ങൾക്ക് ആഴം കൂടാനായിട്ടും പിന്നെ പുതിയ ഇതുപോലുള്ള നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകാനായിട്ടും ഈ സിനിമ കാരണമായിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള കോ ആർട്ടിസ്റ്റുകളിൽ വളരെ അടുപ്പമുള്ള, എപ്പോഴും ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് വിശേഷങ്ങളൊക്കെ പറയുന്ന, അതായത് ഞങ്ങൾക്ക് അങ്ങനെ ബാക്കി ലോക കാര്യങ്ങളെക്കാളും ഒക്കെ സിനിമയാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ സംസാരിച്ച് ഒരു ദിവസം ഞങ്ങൾ ഷൂട്ടിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പുകളിലൊക്കെ നമ്മൾ ഒരു 5 മണിക്കൂർ സംസാരിക്കുന്നുണ്ടെങ്കിൽ 4.25 മണിക്കൂറും നമ്മൾ കണ്ട സിനിമകളും അല്ലെങ്കിൽ ആ സിനിമകളിൽ നമ്മൾ എക്സൈറ്റ് ചെയ്ത എലമെന്റ്സും പെർഫോമൻസസും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സിനിമയിലെ ചില സീക്വൻസുകളിൽ എനിക്ക് അതെങ്ങനെ പെർഫോം ചെയ്യണം അല്ലെങ്കിൽ അതിനെങ്ങനെ മോഡുലേറ്റ് ചെയ്യണം എന്ന ഡൗട്ട് വന്ന സമയത്ത് എനിക്ക് വളരെ ഈസിലി അപ്രോച്ചബിളായിരുന്നു വിനയ് സാർ. ഞാനും വിനയ് സാറും അനസും അഖിലൊക്കെ കൂടെ ഇരുന്ന് നമ്മൾ അങ്ങനെയൊക്കെ ഡിസ്കഷന്, അതായത് ആ സീനിൽ വിനയ് സാർ ഇല്ല, എന്നിട്ടും കൂടെ അതിന്റെ ഒരു പ്രിപ്പറേഷനിലും ഡിസ്കഷനിലൊക്കെ കൂടെ വന്നിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ ഗ്രേറ്റ് ഫ്രണ്ട്. താങ്ക് യു സോ മച്ച് ആൻഡ് എ ഗ്രേറ്റ് കോ ആർട്ടിസ്റ്റ്. പിന്നെ ഞാൻ ഓരോരുത്തരായിട്ട് പറയാം, കാര്യം ഇപ്പം എന്തായാലും ലാസ്റ്റ് ഞാനാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൽ എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളത് എനിക്ക് ഏറ്റവും കൂടുതൽ സീനുകൾ ഉണ്ടായിരുന്നത് വിനയ് സാറും തൃഷ മാമായിട്ടായിരുന്നു. പിന്നെ ഗോപികയും അർച്ചന കവയും ഇവർ രണ്ടുപേരായിരുന്നു. എൻ്റെ സിസ്റ്റേഴ്സാണ് ഇവർ രണ്ടുപേരും ഈ സിനിമയിൽ. നല്ല രസമായിരുന്നു ഷൂട്ടെല്ലാം. അത് ഈ പറയുന്ന പോലെ കുറേ നല്ല, ഇതിനകത്ത് കഥ പറയാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഈ അഖിൽ പോൾ മനസ്കാനും സിനിമകൾ എടുക്കുമ്പോൾ അതിനകത്ത് ട്വിസ്റ്റും സസ്പെൻസും നിറച്ചുള്ള കാരണം കൊണ്ട് നമ്മളിതിന്റെ കഥയെ പറ്റിയിട്ട് സൈഡിൽ കൂടെ എങ്കിലും പോയി കഴിഞ്ഞാൽ ഇതൊക്കെ പൊളിയാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കഥയിലേക്ക് അധികം കടക്കാൻ പറ്റില്ല. പക്ഷെ ഭയങ്കര നല്ല രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ധ്രുവനും ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങൾക്ക് കുറേ വർഷങ്ങളായിട്ട് അറിയാം. ഞങ്ങൾ പണ്ടൊരു ജിമ്മിലാണ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് മുതൽ ഞങ്ങൾക്ക് പരിചയമൊക്കെ ഉണ്ട്. അപ്പോൾ ധ്രുവനുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി, അത് അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് ഒരുമിച്ച് സീൻ ഉണ്ടായിരുന്നില്ല അതും, പക്ഷേ ഞങ്ങൾ ഇതേപോലെ അവൻ ലൊക്കേഷനിൽ വന്നപ്പോൾ കുറേ സംസാരിച്ചു. അടിപൊളി, ഓൾ ദി ബെസ്റ്റ്, എല്ലാം ഗംഭീരമായിട്ട് വരട്ടെ. പിന്നെ ഇതിനകത്ത് ഇന്നിവിടെ അജുവേട്ടൻ ഞങ്ങൾ ഒരുമിച്ചാലൊക്കെ എല്ലാ പടവും അടിപൊളിയാണ്. അത് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ വീണ്ടും വീണ്ടും ലൊക്കേഷനുകളിൽ കാണുമ്പോൾ നമുക്ക് പറയാനുള്ളത് കഴിഞ്ഞ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്ത സിനിമകളുടെ സക്സസിന്റെ കഥകളാണ് എന്ന് പറയുന്നത് വളരെ രസമുള്ളൊരു ഫീലിംഗ് ആണ്. അപ്പോൾ അടിപൊളി, താങ്ക് യു സോ മച്ച്. ഇനിയും കുറേ എണ്ണം ചെയ്യണം. ഈ സിനിമയും നമ്മൾ ഇതുവരെ ചെയ്തു വെച്ച ആ സക്സസ് ട്രിക്ക് മുന്നോട്ട് കൊണ്ടുപോകട്ടെ. താങ്ക് യു സോ മച്ച്. പിന്നെ ഇതിനകത്ത് ഷമ്മി ചേട്ടനുണ്ട്, പിന്നെ സുജിത് ശങ്കർ അദ്ദേഹമുണ്ട്, പിന്നെ വിശാഖ് നായരുണ്ട്, മന്ദിര ബേദിയുണ്ട്. എനിക്ക് അവരുമായിട്ട് ഡയറക്റ്റ് ഒരു സീനൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ
മേ ബി ഇതിന് രണ്ടാം ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഏറ്റുമുട്ടേണ്ടി വരുമായിരിക്കും. പിന്നെ അതുപോലെ വിശാഖ് നായരുണ്ട്. പിന്നെ ആരൊക്കെയാണ് സിനിമയിലുള്ളത്? അർജുൻ രാധാകൃഷ്ണനുണ്ട്. അപ്പോൾ വിശാഖും അർജുനും ഒക്കെ ആണെങ്കിലും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അവരും ഈ സിനിമയിൽ ചെറുതും വലുതുമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാനായിട്ട് വന്ന മിക്കവാറും ആൾക്കാർ നമ്മളുടെ സുഹൃത്തുക്കളാണ്. സ്വാതി ഉണ്ട് ഈ സിനിമയിൽ, സ്വാതി ദാസ് പ്രഭു. അങ്ങനെ ഈ സിനിമ നമ്മൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഹെക്ടിക് ഷൂട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും അതേസമയം തന്നെ ഈ സിനിമയുടെ ഓരോ ദിവസവും ഞങ്ങൾക്ക് അതിന്റെ ഞങ്ങളുടെ ഈ പറഞ്ഞ ഞങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഫണ്ടും കിട്ടിയിട്ടുണ്ട്. അതിപ്പോ ഒരു ദിവസം ഭയങ്കര ഹെക്ടിക് ഷൂട്ടാണെങ്കിൽ അത് കഴിഞ്ഞൊരു 10-20 മിനിറ്റ് എല്ലാവരും കൂടെ വട്ടോട്ടിരുന്ന് വർത്താനവും പറഞ്ഞ് തമാശയും പറഞ്ഞ് ഗുഡ് നൈറ്റും പറഞ്ഞിട്ട് നമ്മൾ പോവുള്ളായിരുന്നു. അപ്പൊ അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ലൊക്കേഷൻ ഒരിക്കലും അങ്ങനെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ സിനിമ ചെയ്യാൻ എന്നുള്ള കാരണം കൊണ്ട് നമുക്ക് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒറ്റ ദിവസം പോലുമില്ല. എല്ലാ ദിവസവും നല്ല വൃത്തിയായിട്ട് ഓർമ്മയുണ്ട്. അതെന്നും ഓർമ്മയിൽ ഉണ്ടാവുകയും ചെയ്യും. ഭയങ്കര രസമായിരുന്നു. ഇതിനകത്തുള്ള പ്രത്യേകിച്ച് ഇപ്പോൾ ഫോറൻസിക് പോലെ ഉള്ളതാണ് ബോബിയാണ് ബാക്കി അന്യഭാഷയിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരെ മലയാളം പഠിപ്പിക്കുന്നതിൽ പ്രധാനി, കൂടെ അനസും. അപ്പോൾ എല്ലാവർക്കും നല്ല കട്ടപ്പണിയായിരുന്നു. അതുപോലെ നമ്മളുടെ നിങ്ങളെന്താണ് എന്നെ കയറി ചേട്ടനൊക്കെ വിളിക്കണം മിസ്റ്റർ? അനീസ്കരെ ഞാൻ അനീസ്കാന്ന് വിളിക്കുന്നു, പുള്ളി തിരിച്ചിങ്ങോട്ട് ചേട്ടാന്ന് വിളിക്കുന്നു. മത്സരമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരാണ് ചെറുപ്പം എന്നുള്ളത്. ഞങ്ങള് ലൂക്കയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ലൂക്ക ഭയങ്കരമായിട്ട് ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുള്ള ഒരു സിനിമ ആയതുകൊണ്ടും ഒരു ആർട്ടിസ്റ്റിന്റെ കഥ പറയുന്ന സിനിമ ആയതുകൊണ്ടും ഒരു ശരാശരി സിനിമയിലുള്ള ആർട്ട് ഡയറക്ഷനേക്കാൾ ഒരുപാടധികം വർക്കുള്ളൊരു സിനിമയായിരുന്നു. അത് വളരെ വൃത്തിയായിട്ട് പുൾ ഓഫ് ചെയ്തു അന്ന്. അതുകൊണ്ടാണ്, അല്ലാതെ ഞാൻ എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങളുടെ വർക്ക് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയാവട്ടെ, ഓൾ ദി ബെസ്റ്റ്. പിന്നെ ഗായത്രി നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരുടെയും കോസ്റ്റ്യൂമിന് അത്രയും ഈ പറഞ്ഞ പോലെ ഈ സീനുകൾക്കെല്ലാം ഇപ്പൊ ഇതിന്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിന്റെ കളർ പാലറ്റും എല്ലാം കൃത്യമായിട്ട് അത് കോസ്റ്റ്യൂംസിലാണെങ്കിലും ആർട്ട് പ്രോപ്പർട്ടീസിലാണെങ്കിലും എല്ലാത്തിലും വന്നാലാണ് നമ്മൾ ആ കാണുന്ന നമുക്ക് ആ കാഴ്ചയിൽ തന്നെ ഭയങ്കര ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു വിഷ്വൽ നമുക്ക് ഉണ്ടാവുന്നത്. അതിന് ഗായത്രി ഭയങ്കര എഫേർട്ട് എടുത്തിട്ടെന്ന് അറിയാം. താങ്ക് യു സോ മച്ച്. പിന്നെ ഇതിനകത്ത് ഇന്ന് വരാത്ത രണ്ടാൾക്കാരുണ്ട്. എൻ്റെ വളരെ പ്രിയപ്പെട്ട രണ്ടാൾക്കാരാണ്. അഖിൽ ജോർജും അതേപോലെ തന്നെ ചമൻ ചാക്കോവും. അഖിൽ എന്ന് പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ഭയങ്കര മടിയനാണെന്ന് തോന്നുന്ന ഒരു ബോഡി ലാംഗ്വേജും എന്നാൽ ഭയങ്കര കഠിനാധ്വാനിയാണ്. പക്ഷെ അത് അവൻ ഇപ്പോഴും അറിയില്ല. അവൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അവരൊരു മടിയനാണെന്നും എന്നെ കൊണ്ടൊന്നും വയ്യ എന്നും പറഞ്ഞ അപ്പം തന്നെ തോളത്തേക്ക് ക്യാമറ എടുത്തു വെച്ച് എല്ലാ കാട്ടിലുമായിട്ടുള്ള അവനാണ് കള ചെയ്തത്. അപ്പൊ പിന്നെ അവൻ എത്രത്തോളം ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളാണെന്ന് നമുക്ക് മനസ്സിലാക്കുള്ളൂ. പക്ഷെ അവനിപ്പോഴും അറിയില്ല അവൻ അത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളാണെന്ന്. പക്ഷെ വളരെ അടുത്തൊരു സുഹൃത്തുമാണ് എൻ്റെ. ഞങ്ങളൊരു 2011 ഒരുമിച്ച് അവൻ ഡയറക്ട് ചെയ്തൊരു ഷോർട്ട് ഫിലിമിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ തുടങ്ങുന്ന ഒരു സൗഹൃദമാണ്. അവിടെ നിന്നാണ് പിന്നെ ഞങ്ങൾ ഫോറൻസിക് ചെയ്തു, കള ചെയ്തു, 2018 ചെയ്തു, ഇപ്പോൾ ഐഡന്റിറ്റി ചെയ്യുന്നു. അതുപോലെ ചമൻ ഫോറൻസിക് സിനിമ ചെയ്യുന്ന സമയത്ത് ചമൻ ഒരു സ്പോട്ട് എഡിറ്റർ ആയിരുന്നു. അപ്പൊ അന്നേ ചമനെ എല്ലാവരും ശ്രദ്ധിക്കും. കാര്യം നല്ല സെൻസുള്ള ഒരു ചെറുപ്പക്കാരൻ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവനെ കുറെ കളിയാക്കുകയൊക്കെ ചെയ്യും നമ്മൾ പയ്യനായതായതുകൊണ്ട്. ഇത് കഴിഞ്ഞ് നമുക്ക് കള എന്നുള്ള സിനിമ വന്നപ്പോഴത്തേക്കും കളയിലൂടെ ചമൻ എഡിറ്ററായി. ആ എഡിറ്ററായ ചമൻ പിന്നീട് ചെയ്ത സിനിമകൾ എന്ന് പറയുന്നത് ഇപ്പോൾ 2018 ചെയ്തു. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുമ്പ് ഞാൻ അവന് മെസ്സേജ് പറയായിരുന്നു, എങ്ങനെയുണ്ടാ ലൈഫ്, ഇൻട്രസ്റ്റിംഗ് ആയില്ലേ? ഇപ്പൊ തിയേറ്ററിൽ ഓടുന്ന മുറ, ഹലോ മമ്മി, സൂക്ഷ്മദർശിനി എല്ലാത്തിന്റെ എഡിറ്റർ നീയാണല്ലോ, ബാക്കിയുള്ള എഡിറ്റർമാർക്കൊക്കെ ഇവിടെ ജീവിക്കണ്ടേ എന്ന് ചോദിക്കുന്ന രീതിയിൽ അവനാണെങ്കിലും ഈ പറഞ്ഞ പോലെ വരും കാലങ്ങളിൽ ഇതിനേക്കാളും വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ സാധ്യതയുള്ള കഴിവുള്ള ഒരാളാണ്. അപ്പോൾ വളരെ സന്തോഷമുണ്ട് അവൻ തിരക്കുള്ള ഒരു എഡിറ്ററായി മാറി എന്ന് പറയുന്നതിൽ. ആ വളർച്ച കാണാൻ സാധിച്ചാലും സന്തോഷമുണ്ട്. പിന്നെ ആ സെറ്റിൽ സുശാന്ത്, അങ്ങനെ നമ്മളുടെ കുറെ ജാൻ, നമ്മുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ, നമ്മൾ ആദ്യം വൈറസിലാണ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. അതുപോലെ മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ളവരുമായിട്ടുള്ള ഇതിപ്പോ ഞാൻ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെയും നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയാൻ സാധ്യതയുള്ള ആൾക്കാരെയും പറ്റിയാണ് ഞാൻ കൂടുതൽ പറയുന്നത്. പക്ഷെ അതല്ലാതെ ഞാൻ ഇപ്പോൾ ഈ 50 സിനിമ, എൻ്റെ 51ാമത്തെ സിനിമയാണിത്. ഇത്രയും സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുള്ള നമ്മളുടെ പ്രൊഡക്ഷനിലെ ചേട്ടന്മാരും ലൈറ്റിലെ ചേട്ടന്മാരും ക്രെയിനിലെ ചേട്ടന്മാരും തുടങ്ങി
മേക്കപ്പിലെ റോണക് ചേട്ടൻ, ഞാൻ ഏറ്റവും കൂടുതൽ സിനിമ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള മേക്കപ്പ് മാൻ അത് റോണക് സേവിയറാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആൾക്കാരും തുടങ്ങി എനിക്ക് പരിചിതമായിട്ടുള്ള മുഖങ്ങളായിരുന്നു അവിടെ ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. നമ്മൾ ഇത്രയും 100 ദിവസത്തോളം ഇവരെല്ലാവരെയും കാണുകയും ഇവരുടെയൊക്കെ ഒപ്പം സമയം സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഞാൻ എൻ്റെ വീട്ടുകാരെക്കാളും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ലൊക്കേഷനിൽ നിങ്ങളുടെയൊക്കെ ഒപ്പമാണ്. അത് ഓരോ ദിവസവും വളരെ നല്ല എക്സ്പീരിയൻസസ് തരുന്നതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി, സ്നേഹം. പിന്നെ ഇതിനകത്തുള്ള ആക്ഷൻ ഡയറക്ടേഴ്സ്, ഇതിനകത്തുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ചെയ്തിരിക്കുന്നത് യാനിക് ബെൻ എന്ന് പറയുന്ന ഫൈറ്റ് മാസ്റ്ററാണ്. പുള്ളി ഫ്രഞ്ചാണ് ശരിക്കും, പക്ഷെ ഹോങ്കോങ്ങിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആളാണ്. പുള്ളി ഇവിടെ വർഷങ്ങളായിട്ട് ഇന്ത്യൻ സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ക്രൂ ഉണ്ടായിരുന്നു. അതും ഭയങ്കര നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ എൻ്റെ ലിമിറ്റ്സിനെ കൂടുതൽ പുഷ് ചെയ്യാനായിട്ട് അവർ സഹായിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഭയങ്കര എന്താ പറയുക, അതിൻ്റെ ഔട്ട്പുട്ട് കാണുന്ന സമയത്ത് നമ്മളെ എടുത്ത ഹാർഡ് വർക്ക് മുഴുവൻ അത് നമുക്ക് പേ ബാക്ക് കിട്ടും എന്ന് നമുക്ക് തോന്നുന്നു. അതിലൊരുപാട് സന്തോഷം. പിന്നെ ഫീനിക്സ് പ്രഭു, അദ്ദേഹം ഇപ്പോൾ ARM വരെയുള്ള ഇപ്പം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നരിവേട്ട എന്നുള്ള സിനിമ, അല്ലെങ്കിൽ കള, പിന്നെ നമ്മുടെ ഐഡന്റിറ്റി, അങ്ങനെ നിരവധി സിനിമകളിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആക്ഷൻ കൊറിയോഗ്രാഫറാണ് അദ്ദേഹം. അദ്ദേഹവും ഗംഭീര വർക്കാണ് ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. പുള്ളിയും പുള്ളിയുടെ ടീമും അങ്ങനെ ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഈ സിനിമയുടെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള ഓരോരുത്തർക്കും ഈ സിനിമയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാവരും അവരുടെ കഴിവിൻ്റെ പരമാവധി ഈ സിനിമയ്ക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുമുണ്ട്. അത് കാരണം കൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരോടുള്ളൊരു നന്ദി പറയാൻ വേണ്ടി ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നു. ഒപ്പം ഇന്നിവിടെ വരികയും ഇത്രയും സമയം നമ്മളുടെ കൂടെ ഈ ഒരു ടീസർ ലോഞ്ച് ചടങ്ങിന്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തീർച്ചയായിട്ടും നിങ്ങളാണ് ഈ ഞങ്ങളുടെ സിനിമ ഇങ്ങനെ ഇന്ന ദിവസം ഇതിന്റെ ടീസർ വരുന്നു അല്ലെങ്കിൽ ഇന്ന ദിവസം ഇറങ്ങുന്നു എന്നൊക്കെ ഉള്ളത് ആളുകളെ അറിയിക്കുന്നത് തീർച്ചയായിട്ടും മീഡിയയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ. ഇനി നിങ്ങളിത് പരമാവധി പരത്തേക്കോ, അങ്ങനെ ഒരു സിനിമ വരുന്നുണ്ട്, ഗംഭീര പരിപാടിയാണ് എന്ന് നിങ്ങൾ ഒന്ന് പരത്തേക്കോ. ആ വാർത്ത അത് ഒരു തെറ്റായ വാർത്തയായിരിക്കില്ല. കാര്യം പടം നല്ല പടമായിരിക്കും എന്ന് ഞങ്ങൾക്ക് ഏകദേശം ഒരു ഉറപ്പുണ്ട്. പക്ഷെ അത് ഞങ്ങളല്ല തീരുമാനിക്കേണ്ടത്. സിനിമ കണ്ട് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ തന്നെയാണ് അത് തീരുമാനിക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ